യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. നാം ഓരോരുത്തരെയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് വചനം. ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അവിടുന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നാം ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും വേണം. ആത്മാവും ജീവനുമായ അവിടുത്തെ വചനങ്ങൾ നാം സ്വീകരിക്കുന്നത് വഴി നാം അവിടുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായിത്തീരുന്നു. ആ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കൈവരുവാൻ ദൈവവചനത്തിലുള്ള പ്രാധാന്യം എന്തെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. അച്ഛൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. യേശു നന്ദി. എൻ്റെ പേര് അലീന. ഞാൻ പരുത്തുംപാറയിൽ നിന്നാണ് വരുന്നത്. ഒരു 4 വർഷം മുമ്പ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ ഒരു ധ്യാനം കൂടാൻ വന്നായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈശോ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. അലർജി ഉള്ള കാരണം എനിക്ക് ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി തന്നു. അതുപോലെ തന്നെ പരീക്ഷയിൽ നല്ല വിജയം തന്നു. യേശു ഒത്തിരി അനുഗ്രഹിച്ചു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ബ്രദറിന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. ബിത്തച്ചാച്ചൻ ഇതുപോലെ ഡിഗ്രി കഴിഞ്ഞു ഒത്തിരി കോഴ്സ് ചെയ്തു. ബാങ്ക് കോച്ചിങ് പോയി, അതുപോലെ IT കോഴ്സ് ചെയ്തു. ഒത്തിരി നാളായിട്ടും ജോലിയൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ ധ്യാനത്തിന് വന്നപ്പം ഇങ്ങനെ നേർന്നായിരുന്നു, ഇതുപോലെ എന്തെങ്കിലും വിദേശത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ജോലി നോക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ദുബൈയിൽ പോകാൻ പറ്റുവാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞായിരുന്നു. ദൈവം സഹായിച്ച് പോയി. ഇപ്പം 4 മാസമായി. അതിനുവേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിശിഹായിലെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ക്ഷേമ ഇസ്രായേലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനവും അതിലൂടെ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ സന്ദേശവും നമ്മുടെ ഒക്കെ ജീവിതത്തെ വളരെ വ്യക്തമായ രീതിയിൽ സ്വാധീനിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ചോദ്യമാണ് ഒരു വേദന, ഒരു അസ്വസ്ഥത, ഒരു ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പരിഹാസങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില നൊമ്പരങ്ങൾ ചിലരിലൂടെയൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവനെയൊക്കെ കർത്താവ് ഇങ്ങനെ അവശേഷിപ്പിച്ചിരിക്കുന്നത്? എന്തിനാ ഇവനൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത്? എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു അമ്മായിയമ്മയെ തന്നത്? എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു മരുമകളെ തന്നത്? എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ തന്നത്? എന്തിനാ ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു മാതാപിതാക്കളെ തന്നത്? എന്തിനാ എനിക്ക് ഇങ്ങനെ തലതെറിഞ്ഞ മക്കളെ തന്നത്? എന്നൊക്കെ ചോദിക്കുക. എത്രയോ മാതാപിതാക്കളുടെ ചോദ്യമാണ് അത്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ചുറ്റുപാട് എന്തിനാ ഇങ്ങനെ ഒരു അയൽവാസിയെ തന്ന് ചോദിക്കാറില്ലേ? എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു പാർട്ട്ണറെ തന്നത്? എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ തന്നത്? കാരണം അതുപോലെ നമ്മളെ ചില സാഹചര്യങ്ങളിൽ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അതുപോലെ നമ്മളെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടാകാം, അതുപോലെ നമ്മളെ ജീവിതത്തെ തകർക്കുന്ന ചില അവസ്ഥകളിലേക്ക് ഇവരൊക്കെ എത്തിക്കുന്നുണ്ടാകും.
ഈ ശത്രുവിന് എന്തിന് നമ്മുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യമാണ്. എന്തിനാ എൻ്റെ ശത്രുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ കൂടെ നിൽക്കാൻ ദൈവം അനുവദിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ ഇതിനൊന്ന് ഒഴിവാക്കി തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഇതിന് കൃത്യമായ ഒരു ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത്. അങ്ങനെ ഇസ്രായേൽ ജനം കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു. ഇത് വിജാതിയരുടെ ഇടയിൽ ജീവിക്കാനുണ്ടായ കാരണം ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്: മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശത്രുക്കളുടെ നടുവിൽ, അല്ലെങ്കിൽ ഇവരുടെ നടുവിൽ ശത്രുക്കളെ ജീവിക്കാൻ ദൈവം അനുവദിച്ചത്. കൂടുതൽ വ്യക്തമാക്കാൻ നമ്മൾ അതിൻ്റെ 2-ാം അധ്യായം 21-ാമത്തെ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാകും. അതിനാൽ ജോഷുവ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുമ്പിൽ നിന്നും ഞാൻ നീക്കിക്കളയുകയില്ല. അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിൻ്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണം. ദൈവം ഇതുപോലെ ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ അനുവദിക്കുന്നത് നമ്മെ ഒരു പരീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുക കർത്താവ്. എന്തിനാ ക്ഷമിക്കാത്ത ഒരമ്മായിയമ്മയെ നിന്റെ മുമ്പിൽ ദൈവം അവശേഷിപ്പിച്ചത്? നിനക്ക് ഈ അന്തരീക്ഷത്തിൽ, ഈ സാഹചര്യത്തിൽ ദൈവം നിന്നെ പരീക്ഷിക്കുകയാണ്. ക്ഷമിക്കാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ അവരുടെ കൂടെ നീ ജീവിക്കുമ്പോൾ നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം അവിടെ നടക്കുന്നില്ലേ? നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ തകർക്കുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയത്തിൻ്റെ, ഒരു വ്യക്തിയുടെ കൂടെ വസിക്കാനും താമസിക്കാനും അവരെ കാണുന്ന ഒരവസ്ഥയിൽ നീ ജീവിക്കാൻ ഇടവരുമ്പോൾ ദൈവം നിന്നെ പരീക്ഷിക്കുകയാണ്. എന്തിനാ ദലീലെ സാംസണ് പരിചയപ്പെടുത്തുന്നത്? എന്തിനാണ് പൊത്തിഫറിന്റെ ഭാര്യയെ ജോസഫിന്റെ മുമ്പിൽ അവശേഷിപ്പിക്കുന്നത്? ചോദ്യമല്ലേ? എന്തിന് പൊത്തിഫറിന്റെ ഭാര്യയെ അവിടെ ദൈവം അവശേഷിപ്പിച്ചു? എന്തിനാ? ജോസഫ് അപ്പോഴും ദൈവഹിതത്തിന് കീഴ്വഴങ്ങി വിശുദ്ധ ജീവിതം നയിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പൊത്തിഫറിന്റെ ഭാര്യയെ അവിടെ ദൈവം അവശേഷിപ്പിച്ചത്. ദലീലയെ ദൈവം അവശേഷിപ്പിച്ചത് സാംസന് വേണ്ടിയിട്ട്. സാംസൺ അവസാനം വരെ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ നിലനിൽക്കുമോ എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു. എന്നിട്ട് സംഭവിച്ച് അവസാനം സാംസന്റെ മടിയിൽ കിടന്ന് സാംസന്റെ ശക്തിയെക്കുറിച്ച് സാംസൺ പറഞ്ഞു കൊടുത്തു. സാംസൺ അവിടെ പരാജയപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചില ദലീലമാരെയും ചില പൊത്തിഫറിന്റെ ഭാര്യമാരെയും ദൈവം നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ അനുവദിക്കുന്നത് പോലും വിശുദ്ധ ജീവിതം നയിക്കുവാൻ, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിൽ നീ മുന്നോട്ട് പോകുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പൊ നിന്നെ സ്നേഹിക്കാത്ത ഒരു അന്തരീക്ഷത്തിന്റെ ചില വ്യക്തികളുടെ നടുവിലാണ് നീ ജീവിക്കുന്നതെന്ന് വിചാരിക്കുക. എന്തിനാ? ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോഴും നിന്നിലുള്ള ക്രിസ്തുവിന്റെ സ്നേഹം, ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ചവന്റെ സ്നേഹം നിന്നിലൂടെ പുറത്തോട്ടൊഴുകുമോ എന്ന് സ്വർഗം നിന്നെ നോക്കി പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം, ഒരു ജീവിതത്തിൽ ഒരു പയ്യനാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ടൊരു പയ്യനാണ്. അവൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയ ഹോസ്റ്റൽ സെറ്റപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് 4-5 പേരുണ്ട്. 5 പേര് കൂടി ഒരു മുറിയാണ് അവർക്ക് കിട്ടുന്നത്. 4 പേര് വേറെ, ഇവനറിയാത്ത 4 പേര് ഇവനും. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവന്മാരെല്ലാം കൂടി പെട്ടെന്ന് ഒരുമിച്ച് ചേർന്നു. കാരണം എന്താ? അവന്മാരുടെ ഒക്കെ സ്വഭാവം ഒന്നാണ്. അതുകൊണ്ട് അവന്മാരൊക്കെ ഒരുമിച്ച് ചേർന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന കമ്പ്യൂട്ടർ ഓണാക്കുക, അവിടെ ഇരുന്ന് ബ്ലൂ ഫിലിം കാണുക, കാശ് ഷെയർ ഇട്ട് വെള്ളം അടിക്കുക, ഈ കലാപരിപാടികളൊക്കെ നടക്കുക.
ഈ പയ്യനും അതിനകത്തുണ്ട്. ഇവന് ഭയങ്കര അസ്വസ്ഥയായി. എന്നാ ചെയ്യാൻ പറ്റും? ഭയങ്കര ബുദ്ധിമുട്ടായി. ഇവരിവനെ പാപത്തിന് പ്രേരിപ്പിക്കുന്നു, ഇവരിവനെ മദ്യം കുടിക്കാൻ, ടേസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, ഇവൻ്റെ കൂടെ ഇരുന്ന് ഈ അശുദ്ധമായത് കാണാൻ പ്രേരിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ കിടന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിനകത്ത് വീഴണോ വേണ്ടയോ എന്നുള്ള ചിന്തയാണ്. കാരണം അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ, അവരിവൻ്റെ കൂട്ടുകെട്ടായിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിന് നിന്നു കൊടുക്കണം. പിന്നെ അവസാനം അവൻ തീരുമാനമെടുത്തു. എന്ത് വന്നാലും അവൻ ജീസസ് യൂത്തിൻ്റെ ഒരു ഫോർമേഷൻ കിട്ടിയിരുന്നുകൊണ്ട് അവൻ തീരുമാനമെടുത്തു, എന്തു വന്നാലും ഈ കൂട്ടുകെട്ടിലേക്ക് പോയിട്ട് എൻ്റെ ദൈവത്തെ, ഞാനറിഞ്ഞ എൻ്റെ ദൈവത്തെ എനിക്ക് വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. അവൻ ആ ഹോസ്റ്റൽ മാറി, പുറത്തേക്ക് ഇറങ്ങി. എന്തോ എക്സ്ട്രാ കാശ് കൊടുത്ത് വീടെടുത്ത്, അവൻ അറിയുന്ന വേറെ കൂട്ടുകാരും കൂട്ടി വീടെടുത്ത് മാറി താമസിച്ചു. ദൈവം എന്തിനാ അങ്ങനെ ഒരു ചുറ്റുപാടിൽ അവനെ ഇട്ടത്? അവനെ ബാക്കിയുള്ളവരെന്തു ആയിക്കൊള്ളേ, അവിടെ ഇവന്റെ മേലുള്ള ദൈവീക സ്വരം എന്ന് വെച്ചാൽ ദൈവം ഇവനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ചുറ്റും അശുദ്ധിയുടെ ഒരു സാഹചര്യം അരങ്ങേറുമ്പോൾ, ചുറ്റും പാപം ചെയ്യാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും പാപക്കൂട്ടുകെട്ടുകളും അരങ്ങേറുമ്പോൾ അതിൻ്റെ നടുവിൽ ഇവൻ കുറ്റമറ്റവളായി ജീവിക്കുമോ ഇല്ലയോ എന്ന് ദൈവം പരിശോധിച്ചു കൊണ്ടിരിക്കുക. ഇവന്റെ മേലുള്ള പരിശോധനയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോരോ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം നമ്മെ ഒരു പരിശോധനയ്ക്ക് വിധേയാക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ജോബിന്റെ ജീവിതം ഒന്ന് എടുത്ത് നോക്കിക്കേ. അതുപോലെ സഹനമുണ്ടായി, അതുപോലെ തകർച്ചയുണ്ടായി, അതുപോലെ ഒറ്റപ്പെട്ടു പോയി, അതുപോലെ ജീവിതത്തിൻ്റെ സകല സമ്പാദ്യങ്ങളും ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ സംഭവിച്ചിട്ടും വചനം പറയുന്നു, ജോബ് നാവ് കൊണ്ടുപോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. കണ്ടോ? അപ്പം അതിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ, ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ജോബിൻ്റെ പുസ്തകം ആദ്യ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിതാണ്, സാത്താനും ദൈവവും തമ്മിൽ ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞ് സംസാരം നടന്നുകൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞു, നീ ഇവനെ ശ്രദ്ധിച്ചോ, ഇവനെ പോലെ നീതിമാനായിട്ട് ആരാ ഉള്ളേ, ഇവരെ പോലെ കുറ്റമറ്റവനായിട്ട് ആരാ ഉള്ളേ, ഇതുപോലെ ഇവരെ പോലെ എന്നെ സ്നേഹിക്കുന്ന ആരാ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്? സാത്താൻ പറയുന്നുണ്ട്, അത് പിന്നെ ദൈവം നീ എല്ലാം കൊടുത്തിട്ടല്ലേ, സാഹചര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ടല്ലേ. സാഹചര്യങ്ങൾ വിപരീതമാകട്ടെ, ചുറ്റുപാട് അസ്വസ്ഥതകളുണ്ടാകട്ടെ, അപ്പോൾ ഇവൻ നിന്നെ തള്ളിപ്പറയുന്നത് കാണാം. എല്ലാം നഷ്ടപ്പെടട്ടെ, സമ്പത്ത് നഷ്ടപ്പെടട്ടെ, അപ്പോൾ തള്ളിപ്പറയും. ആരോഗ്യം നഷ്ടപ്പെടട്ടെ, അപ്പോൾ തള്ളിപ്പറയും. അതിൻ്റെ പരീക്ഷണാർത്ഥമാണ് അവിടെ ജോബിൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നു, മക്കൾ നഷ്ടപ്പെടുന്നു, ആടുമാടുകൾ നഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞ് ശരീരത്തിൽ വ്രണങ്ങൾ വരുന്നു, സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറയുന്നു. ഇതിൻ്റെ ഒക്കെ നടുവിൽ നിൽക്കുമ്പോൾ ജോബ് ഒരു പരീക്ഷണത്തിന് വിധേയനാകുന്നുവെന്ന് ജോബിൻ്റെ ആത്മാവിൽ കിട്ടിയ ഒരു ബോധ്യമെടുത്തിട്ട് വചനം പറയുന്നു, ജോബ് നാവ് കൊണ്ടുപോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. അത്രയൊക്കെ പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും, അത്രയൊക്കെ വേദനകളും നൊമ്പരങ്ങളും രോഗങ്ങളും തകർച്ചകളും നഷ്ടങ്ങളും ദൈവം അനുവദിച്ചിട്ടും അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും ജോബ് നാവ് കൊണ്ടുപോലും ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. അവിടെ പരീക്ഷണത്തിൽ ജോബ് ജയിക്കുക. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്തുകൊണ്ട് ദൈവം ഈ ശത്രുക്കളെ അവരുടെ കൂടെ, ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിച്ചത്? എന്തുകൊണ്ട് വിജാതിയരെ ചുറ്റും ജീവിക്കാൻ അനുവദിച്ചു? അല്ലെങ്കിൽ അവരെ എന്തിനവശേഷിപ്പിച്ചു? ചുറ്റും വിജാതിയർ ജീവിക്കുമ്പോൾ, ചുറ്റും ദൈവത്തെ അറിയാത്തവർ ജീവിക്കുമ്പോൾ, ചുറ്റും സത്യദൈവത്തെ അറിയാത്തവരെ പോലെ അന്ധകാരത്തിൽ ജീവിക്കുമ്പോൾ, അന്ധകാരത്തിൻ്റെ പ്രവർത്തികളിൽ ജീവിക്കുമ്പോൾ, നീ സത്യദൈവത്തെ അറിഞ്ഞ യഥാർത്ഥ ഇസ്രായേലായ നീ ഈ സത്യത്തോടും സത്യദൈവത്തോടും സമർപ്പണത്തോടെ ജീവിക്കുമോ ഇല്ലയോ എന്ന് ദൈവം പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ശത്രുക്കളെ, ഈ വിജാതീയരെ നിനക്ക് ചുറ്റും ദൈവം അവശേഷിപ്പിച്ചത്. അപ്പോൾ സത്യത്തെ അറിയാത്ത, ദൈവത്തെ അറിയാത്ത, സത്യദൈവത്തെ അറിയാത്ത, ഏകസത്യ ദൈവമായ യേശുക്രിസ്തുവിനെ അറിയാത്ത അനേകർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. ഇവരൊക്കെ എന്തിനാ ദൈവം അവശേഷിപ്പിച്ചിരിക്കുന്നത്? അവർ ചെയ്യുന്ന പാപത്തിലോ ദൈവത്തെ അറിയാത്തവൻ ചെയ്തു കൂട്ടുന്ന അശുദ്ധിയിലോ നമ്മൾ വ്യാപരിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ അറിഞ്ഞ സത്യദൈവത്തെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനും, ഇങ്ങനെ ചുറ്റുപാടും വിപരീത സാഹചര്യങ്ങളും അരങ്ങേറുമ്പോൾ അതിൻ്റെ നടുവിൽ സത്യദൈവത്തെ അറിഞ്ഞവരെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പരീക്ഷണത്തിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഈ യൂട്യൂബ് ചാനൽ തുറക്കുക, ഫേസ്ബുക്ക് എടുക്കുക,
ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിനകത്തൊക്കെ വീഡിയോയിലൊക്കെ എന്തോരം മ്ലേച്ഛകരമായ വീഡിയോസ് ഉണ്ടാകും, എന്തോരം അശുദ്ധമായ പാപകരമായ വീഡിയോസ് അതിനകത്തുണ്ടാകും. അല്ലെങ്കിൽ ഇല്ല, അതങ്ങോട്ട് ആ ഓപ്ഷൻ അങ്ങോട്ട് കട്ട് ചെയ്താൽ പോരെ. സ്വാഭാവികമായിട്ട് ഇത് അശുദ്ധമാണ്, അങ്ങനെ ഒരു തീരുമാനമെടുത്ത് എല്ലാ രാജ്യങ്ങളും തീരുമാനിക്കുകയാണ് പോണോഗ്രഫിക്കായിട്ടുള്ള അശുദ്ധമായതെല്ലാം കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും അത് നടക്കുകയില്ല. ഇതൊക്കെ ദൈവം ഇപ്പോഴും എന്തിനാ ഇതൊക്കെ അവശേഷിപ്പിച്ചേക്കുന്നത്? നീ നിന്റെ മൊബൈൽ എടുക്കുമ്പോൾ, നീ നിന്റെ കമ്പ്യൂട്ടർ ഓണാക്കുമ്പോൾ അശുദ്ധമായത് അവിടെ ഉള്ളപ്പോഴും വിശുദ്ധമായത് ചൂസ് ചെയ്യാനുള്ള നിന്റെ തീരുമാനത്തെ സ്വർഗം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നീ ദൈവകൽപ്പനകൾ പാലിക്കുമോ? അങ്ങനെ വചനം പറയുന്നത്. ഇവരെയൊക്കെ ഈ ജനതയെ ശത്രുക്കളെ ചുറ്റും ദൈവം അവശേഷിപ്പിച്ചത് ഈ വിജാതീയരുടെ നടുവിൽ ജീവിക്കുമ്പോഴും വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽ ജനം സൂക്ഷിക്കുമോ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അത് ജീവിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം ഇവരെയൊക്കെ അവശേഷിപ്പിച്ചത്. ഇതൊരു പരീക്ഷണമാണ്. വിശ്വാസത്തിന് നടക്കാത്ത കാര്യങ്ങൾ ചുറ്റുപാട് നടക്കുമ്പോൾ അത് പരീക്ഷണമാണ്. നീ വിശ്വാസിയായിട്ട് ജീവിക്കുമല്ലേ എന്നുള്ള പരീക്ഷണം. നിന്റെ ചുറ്റുപാടും അശുദ്ധമായ കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ അതൊരു പരീക്ഷണമാണ്. നിനക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷണം കൂടിയാണ്. വിശുദ്ധമായ ജീവിതം നീ നയിക്കുമോ ഇല്ലയോ എന്നുള്ള ദൈവത്തിൻ്റെ പരീക്ഷണം. ചുറ്റുപാടും പാപകരമായ തീരുമാനങ്ങൾ, ദൈവസ്നേഹത്തിന് നിരക്കാത്ത തീരുമാനങ്ങൾ, ദൈവകൽപ്പനയ്ക്ക് വിപരീതമായ തീരുമാനങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ അറിയുന്നവർ ചെയ്യുമ്പോഴും നിന്നെ അതിന് പ്രേരിപ്പിക്കുമ്പോഴും നീ അത് ചെയ്യാതിരിക്കുമ്പോൾ അവിടെയാണ് നീ പരീക്ഷണത്തിൽ വിജയിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പാപത്തിന് പ്രേരിപ്പിക്കുന്ന എത്രയോ പേരുണ്ടാവും. ചിലർ നീ കൈക്കൂലി മേടിച്ചോ, അതിനിപ്പോൾ എന്നാ കുഴപ്പം, കൈക്കൂലി മേടിച്ചോ, എല്ലാവരും മേടിക്കുന്നില്ലേ, നീ മേടിച്ചോ എന്ന് പറയുന്നവരില്ലേ ഉണ്ടാകും. അതിന് പ്രോത്സാഹിപ്പിക്കുന്നവരിൽ ഉണ്ടാകും. നീ ഇപ്പം ഇത് കണ്ടോടാ, ഇപ്പം കണ്ടെന്ന് വെച്ചാൽ തന്നെ എല്ലാവരും കാണുന്നില്ലേ, നീ അല്പം കുടിച്ചോടാ, നമ്മളെല്ലാം കുടിക്കുന്നവരാ, നമ്മൾ കൂട്ടുകാരെല്ലാം കുടിക്കുന്നവരല്ലേ, ഇതിനകത്ത് ആരാ കുടിക്കാത്ത എന്നൊക്കെ പറയുന്നവരുണ്ടാകുന്നേ. ഇതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവം നിന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഈ വിജാതീയരെ എന്ന് പറഞ്ഞാൽ ഈശോയെ അറിയാത്ത, സത്യദൈവത്തെ അറിയാത്ത, ക്രിസ്തുവിൻ്റെ പ്രകാശം കിട്ടാത്ത, സത്യത്തെ അറിയാത്ത അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവരൊക്കെ ദൈവം നമുക്ക് ചുറ്റും അവശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ നടുവിലും നീ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. അത് അവിടെയാണ് നീ ജയിക്കുന്നത്. അതാണ് പരീക്ഷയുടെ അവസാനം റിസൾട്ട് വരിക എന്നൊക്കെ പറയല്ലോ. റിസൾട്ട് ജയിച്ചോ ഇല്ലെന്ന് ജയിക്കുന്നത് ഈ പരീക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോഴും അതിൻ്റെ നടുവിലും ഈശോയുടെ സാക്ഷിയായി നമ്മൾ മാറുമ്പോൾ, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി മാറുമ്പോൾ, സുവിശേഷത്തിൻ്റെ സ്നേഹം കൊടുക്കാം. നമ്മുടെ ചുറ്റും നമ്മുടെ ശത്രുക്കളാണെന്ന് കരുതുക. നമ്മുടെ നന്മ ആഗ്രഹിക്കാത്തവരെ നമ്മുടെ ചുറ്റും, നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് വെറുപ്പ് സൂക്ഷിക്കുന്നവരായിരിക്കും, നമ്മൾ ക്ഷമിക്കാത്തവരായിരിക്കും, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരായിരിക്കും, നമ്മളെ അതുപോലെ വേദനിപ്പിക്കുന്നവരായിരിക്കും അല്ലേ. ജോസഫിൻ്റെ ജീവിതത്തിൽ സ്വന്തം കൂടപ്പിറപ്പുകൾ, എന്തിനാ ദൈവം അങ്ങനെയുള്ള കൂടപ്പിറപ്പുകൾ അവശേഷിപ്പിച്ച്? അസൂയ മൂത്തിട്ട് അവനെ പൊട്ടക്കിണറ്റിലിടുന്നു, പിന്നെ വിൽക്കുന്നു അല്ലേ. അപ്പം അങ്ങനെയുള്ള സഹോദരങ്ങളെ പോലും ദൈവം അവശേഷിപ്പിച്ചത് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ദൈവകൃപയോട് സഹകരിച്ച് ദൈവീക ഭാവം എന്നിലൂടെ വെളിപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത് സ്വർഗത്തിൻ്റെ പരിശോധന എന്നിൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ നമ്മുടെ ചുറ്റും വരുമ്പോൾ, വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ, സ്നേഹത്തിൻ്റെ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, വിശുദ്ധ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ അതിൻ്റെ നടുവിലും കരുത്തുള്ളവരായി മാറണം. കാരണം ഇതൊക്കെ ദൈവം നമുക്ക് ചുറ്റും അവശേഷിപ്പിച്ചിരിക്കുന്നത് നീ ദൈവകൽപ്പനയിൽ, ദൈവസ്നേഹത്തിൽ, അവൻ്റെ വിശുദ്ധിയിൽ ഉറച്ചു നിൽക്കുമോ ഇല്ലയോ എന്ന് ദൈവം നിന്നെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പരിശോധനയിൽ, നമ്മൾ ഈ പരീക്ഷയിൽ വിജയം വരിക്കണം. ജോബ് വിജയം വരിച്ചതുപോലെ വിജയം വരിക്കാൻ, ജോസഫ് വിജയം വരിച്ചതുപോലെ വിജയം വരിക്കുവാനുള്ള ഒരു വിളിയാണ് സ്വർഗം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സന്ദേശം മനസ്സിലേക്ക് സൂക്ഷിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മളെ വേദനിപ്പിച്ചവരും ഇന്നലെ മുറിപ്പെടുത്തിയവരും. അവരോടൊക്കെ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പ്രതികരിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിജാതീയ സംസ്കാരത്തിലേക്ക് വീണുപോകും. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചവൻ്റെ ഒരു സംസ്കാരമുണ്ട്, സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം.
ആ സംസ്കാരമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത്. ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രതികരണങ്ങളെല്ലാം സ്നേഹത്തിൻ്റെ പ്രതികരണങ്ങളായി മാറണം. ക്ഷമയുടെ, സഹനത്തിൻ്റെ, കാത്തിരിപ്പിൻ്റെ പ്രതികരണങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റിയിട്ട് സകലരോട് ക്ഷമിച്ച് സകലരെ സ്നേഹിച്ച് സുവിശേഷത്തിൻ്റെ ദീപ്തി, പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരഭിഷേകം നമ്മളിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നു വരുന്ന ആരാധനയുടെ സമയത്ത് പ്രത്യേകം നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ വേദനിപ്പിച്ച അനേകരില്ലേ, നമ്മൾ ഇപ്പോഴും നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരില്ലേ, ഇപ്പോഴും നമ്മൾ ശത്രുക്കളായി ഗണിക്കുന്ന പലരുമില്ലേ. പ്രിയമുള്ളവരെ, മനസ്സിലാക്ക്, ഈ ശത്രു നിനക്കുള്ളത് കൊണ്ടല്ലേ നിനക്കിന്ന് കൃപയിൽ വളരാൻ പറ്റുന്നത്, നിനക്കിന്ന് ക്ഷമിക്കാനുള്ള കൃപയിൽ വളരാൻ പറ്റുന്നത്, സ്നേഹിക്കാനുള്ള കൃപയിൽ വളരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ശത്രുക്കളെ ഓർത്തും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവരെ ദൈവം അവശേഷിപ്പിച്ചത് നമ്മെ പരീക്ഷിക്കാനെന്ന തിരിച്ചറിവോടുകൂടി ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ എല്ലാ അവസ്ഥകളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്ത് കർത്താവിൻ്റെ കരുണയും സ്നേഹവും കൃപയും നമ്മളിൽ നിറയാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ഇത് വലിയ കൃപയുടെ നിമിഷമാണ്, അഭിഷേകത്തിൻ്റെ നിമിഷമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും ഒഴുകിയിറങ്ങുന്ന സമയമാണ്. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും ഇപ്പോൾ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോ പറഞ്ഞില്ലേ, ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ആ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളും നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ ഹൃദയഭാരം, എൻ്റെ മനസ്സിൻ്റെ ഭാരം, എൻ്റെ ശരീരത്തിൽ ഞാൻ കടന്നുകൊണ്ട് അനുഭവിക്കുന്ന ഭാരത്തിൻ്റെ മേഖലകൾ, എൻ്റെ ബന്ധങ്ങളിലുള്ള ചില ഭാരങ്ങൾ, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്കും നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലുമൊക്കെ നമ്മുടെ ഇന്നലകളിൽ വേദനിപ്പിച്ചവരുണ്ടാകാം, മുറിപ്പെടുത്തിയവരുണ്ടാകും. ഇപ്പോഴും നമുക്ക് ചുറ്റും ശത്രുക്കളായി നിലനിൽക്കുന്ന ചിലരൊക്കെ ഉണ്ടാകാം. അവരൊക്കെ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊടുക്കാവോ? ഇവരൊക്കെ ദൈവം നിനക്കായി അവശേഷിപ്പിച്ചതാണ്. കർത്താവ് ഏദൻ തോട്ടത്തിൽ എന്തിന് നന്മ തിന്മകളുടെ വൃക്ഷത്തെ അവശേഷിപ്പിച്ചു എന്ന് ചോദിക്കുന്നത് പോലെ, അത് നീ വിശുദ്ധ ജീവിതം നയിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട്, നീ ദൈവപദ്ധതിക്ക് വിധേയപ്പെട്ട് ദൈവസ്വരം മാത്രം കാതോർക്കുമോ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നന്മ തിന്മകളുടെ വൃക്ഷത്തെ ഏദൻ തോട്ടത്തിൽ അവശേഷിപ്പിച്ചത്. നിൻ്റെ ജീവിതത്തിന് ചുറ്റും ചില ജീവിതങ്ങളെ നിന്നെ മുറിപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിൻ്റെ ജീവിതത്തെ താറുമാറാക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം അവശേഷിപ്പിച്ചത് നിന്നെ കൃപയിൽ വളർത്താനാണ്. കൃപയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവരിലൂടെ ദൈവം നിനക്ക് തരികയാണ്. ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്, നിന്നെ മുറിപ്പെടുത്തിയവർ ഒത്തിരി പേരില്ലേ, അവരൊക്കെ ഇപ്പോൾ മനസ്സുകൊണ്ട് ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ അവരെയൊക്കെ ഇപ്പോൾ ദൈവത്തിന് കൊടുക്കുക. അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാവോ? അവരൊക്കെയാണ് ഒരുപക്ഷെ നമ്മുടെ ആത്മീയതയിൽ നമ്മളെ വളർത്തത്. അവരാണ് നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിച്ചത്. ഒരുപക്ഷെ അവരാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. അവരാണ് സുവിശേഷത്തിൽ ഒരുപടി കൂടി നമ്മളെ വളരാൻ ഉയർത്തിയതും പഠിപ്പിച്ചതൊക്കെ. അപ്പോൾ അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അനുഭവങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. ഇപ്പോഴും മറക്കാൻ പറ്റാത്ത, ഇപ്പോഴും ക്ഷമിക്കാൻ പറ്റാത്ത, ഇപ്പോഴൊന്നും വിട്ടുകൊടുക്കാൻ പറ്റാത്ത, ഇപ്പോഴും മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്ന ചില വേദനിപ്പിച്ച ഓർമ്മകളില്ലേ, അതുപോലെ നൊമ്പരപ്പെടുത്തിയ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളില്ലേ, അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. എന്നിട്ട് അതിന് കാരണക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ കൊടുത്ത് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈശോയെ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ അവരിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങൊഴുക്കിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ അവരെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ അനുവദിച്ചതുകൊണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ അനുവദിച്ചതുകൊണ്ട് ഈശോയെ ഒത്തിരി ആത്മീയ വളർച്ച പ്രാപിക്കാൻ എനിക്ക് പറ്റിയല്ലോ. എൻ്റെ ആന്തരിക മനുഷ്യന് ബലം പ്രാപിക്കാൻ അതിലൂടെ കാരണമായല്ലോ. എല്ലാ ആത്മീയ നന്മകളെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന.
ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കളെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ വേദനിപ്പിച്ചവരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ മുറിപ്പെടുത്തിയവരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്നുവരെ തകർക്കാൻ കാരണമായവരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിച്ചവരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ അവഹേളിച്ചവരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളോട് ക്ഷമിക്കാത്തവരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളിൽ കൃപയ്ക്ക് തടസ്സം നിൽക്കുന്ന ആത്മീയ മേഖലകൾ ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതുപോലെ കാരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരെ ഓർത്ത് ഒക്കെ നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. ഇവരൊക്കെ ഓർത്ത് നന്ദി പറയുന്നു. ഇവരൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. കർത്താവെ, ക്ഷമിക്കാൻ പറ്റാത്ത ഏതെങ്കിലും മക്കൾ ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കാനോ, ചില മനസ്സിനേറ്റം മുറിവുകൾ സൗഖ്യം കിട്ടാതെ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഹൃദയം അതുപോലെ തകർന്നു പോയിട്ട് ഒന്ന് ജീവിതത്തെ പച്ചപിടിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു കിടക്കുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി മാറിയിരിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ജീവിതങ്ങൾ വിജയം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷമിക്കാനുള്ള കൃപയൊഴുകട്ടെ, സ്നേഹിക്കാനുള്ള അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളെ, ഈശോ പറഞ്ഞതുപോലെ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള അഭിഷേകം ഇപ്പോൾ ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ സ്തുതി. കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ നമ്മെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും, പിശാചിൻ്റെ വഞ്ചനയിൽ പെട്ടുകിടക്കുന്നവരുണ്ട്, നമ്മളെ കൃപയിൽ വളർത്തിയവരുണ്ട്, നമ്മളെ വേദനിപ്പിച്ചവരുണ്ട്, തകർത്തവരുണ്ട്, എല്ലാവരെയും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ.